അപ്പൊ നമ്മൾ അത് ഈ ലോഞ്ച് ചെയ്യുന്നതിന് ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു 10 കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട്. 10 കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊരു ഗെയിം ഷോ കൊടുക്കും. സാധാരണ നമ്മൾ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് നമ്മൾ ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഇവരെ കൊണ്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരുന്നു. ഹലോ, ഹായ്, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ എന്താണ് ഗെയിമിന് ഹൈദരാലിക്ക് പറയാം, എനിക്ക് അറിയാൻ പോണ സത്യം പറയാൻ. അപ്പൊ നമുക്ക് ഒരു ഗെയിം ഷോ നടത്തും. ആ ഗെയിം ഷോയിൽ വിജയിക്കുന്നവരായിരിക്കും ഇന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു ഭാഗ്യം നമ്മൾ കൊടുക്കാൻ പോകണം. ആ 10 കുട്ടികളെ സ്റ്റേജിലേക്ക് ഒരു 10 കുട്ടികളെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 10 കുട്ടികളൊന്ന് വരുമോ? സ്റ്റേജിലേക്ക് വരുമോ? ആ കുട്ടികളൊന്ന് ഒരു നല്ല കയ്യിലുള്ള കുട്ടികളെ നമുക്കൊന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. അവിടെ സൈഡിലാണുള്ളത്. ആ കുട്ടികളൊന്ന് കയറി വരുന്നു. അപ്പം ആ കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കാൻ ഈ സിനിമയുടെ നായകനും നായികയും രണ്ടുപേരും ഒന്ന് തന്നെയൊന്ന് വരുമോ? ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ ആദ്യം നായകനും നായികയുമാണ് സംസാരിക്കേണ്ടത്. നായകൻ ഈ സിനിമയെ കുറിച്ച്, അഭിലാഷത്തെ കുറിച്ച്, എന്താണ് അഭിലാഷം എന്ന് പറയും? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നതിന്. ഇവിടെ ഇതിനു മുമ്പ് ഞാനൊരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വേറൊരു പടത്തിന്റെ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു ക്രൗഡാണ് ഇത് കാണുന്നത്. അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര വൈബ്രന്റായിട്ടുള്ളൊരു ക്രൗഡാണ്. ഞങ്ങള് ഏറ്റവും പുതിയ സിനിമ മാർച്ച് 29 റിലീസാണ്. അഭിലാഷം എന്നാണ് പേര്. അതിന്റെ സംവിധായകനാണ്, മ്യൂസിക് ഡയറക്ടറാണ്. ആടത്തിൽ ഈ വർഷം അവസാനമാണ്, ഡിസംബർ ക്രിസ്മസ് റിലീസാണ്. ഏപ്രിൽ അവസാനം നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അഭിലാഷം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ പാട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കും, ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള സിനിമയാണ്. ഒരു കളർഫുൾ സിനിമയാണ്. തൻവിയാണ് ഇതിനകത്ത് ഹീറോയിൻ. അർജുൻ ഒരു സുപ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. രാജു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. നമ്മൾ ട്രെയിലർ ഉടനെ പ്ലേ ചെയ്തായിരിക്കും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവരും സിനിമ പറ്റിയ പോലെ സമയം കിട്ടുന്നതനുസരിച്ച് തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. ഒരു സിനിമയാണ്. മാർച്ച് 29 സിനിമ റിലീസാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുമ്പോൾ 5ാമത്തെ നാളെയാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ട്രെയിലർ ലോഞ്ചിന്റെ ഒരു ചടങ്ങിലേക്ക് വന്നു. 10 കുട്ടികൾ ഇവിടെ എത്തി. ആ 10 പേരൊന്ന് കയറിക്കോ, ഒന്ന് കയറിക്കോ. എത്ര പേരുള്ള? ഒന്ന് എത്ര പേരുണ്ട്? ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന് ശ്രദ്ധിക്കാമല്ലോ, എല്ലാവരും ശ്രദ്ധിക്കാം. ഞാനൊരു ടാസ്ക് കൊടുക്കും. അതിൽ വിജയിക്കുന്നവരായിരിക്കും. ഇവരാണ് നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന ലോകമെമ്പാടും വരാൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്. 1 മുതൽ 10 വരെ. 1, 2, 3, 10 വരെ. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും. ഒരാള് 1 എന്ന് പറഞ്ഞാൽ മറ്റാള് 2 എന്ന് പറയും. മറ്റാള് 1 എന്ന് പറഞ്ഞാൽ മലയാളം 2, തൊട്ടടുത്താള് 3. അങ്ങനെ അത് പറഞ്ഞ് ലാസ്റ്റ് ജയിക്കുന്ന 2 പേരും കൂടിയാണ് ഈ ലോഞ്ചിൽ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? മനസ്സിലായല്ലോ? ടാസ്ക് മനസ്സിലായോ? ഇവിടെ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. റെഡിയല്ലേ? ഞാൻ തുടങ്ങാം. 1, 2, 3 പറഞ്ഞോ. ഔട്ട്. ഇവിടെ 2 ആണ് പറഞ്ഞത്. ഒന്നും കൂടെ തുടങ്ങുന്നത്. ഇവിടെ 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മലയാളത്തിൽ വേണം പറയാം. പിന്നെ ഒന്നും കൂടെ പറയാം. 1, 2 പൊക്കോ. ഞാൻ പറയുന്നത് 1, 2,
5 9 11 11 16 80 80 പേര് വന്നത്. ഇനി നേരെ റിട്ടേൺ വരും കേട്ടോ. 10 9 8 7 ഇങ്ങനെ വരും. ഇവിടെയാണ് ഈ ടാസ്ക്. ഓക്കെ, 10 പറഞ്ഞാൽ 10 പറഞ്ഞു കഴിഞ്ഞാൽ 9ലേക്ക് പോകണം കേട്ടോ. 10 9 7 6 4 2 1 1 2 3 4 5 6 7 8 9 10 9 8 5 4 ഇവിടെ പോയാലോ. ഇതിന് ഇത്ര പേരുണ്ട്. ഈ ടാസ്കിൽ ഇത്ര പേരുണ്ട്. ഒന്നുകൂടെ ഒറ്റ സ്പീഡിൽ പോകണം. 1 2 3 അവിടെ ഒന്നുകൂടെ പോകുന്നുണ്ടോ. 1 2 3 4 5 10 ഓക്കെ, നേരെ തിരിച്ച് ഒറ്റയടിക്ക് പോകണം. തിരിച്ചാണ് കേട്ടോ. 10 ഞാൻ പറയുന്നത് 9ലേക്ക് പോകണം. 10 9 4 അവിടെ 5 അവിടെ മലയാളത്തിൽ 4 പറഞ്ഞപ്പോ ഇവിടെ ഔട്ട്. ഓക്കെ, ഇനി 4 പേരുടെ ഉണ്ടോ. നല്ലൊരു കഴിയും 4 പേര്. ഇത് ആരാണ് ഭാഗ്യവാന്മാരാണ് ഈ ടാസ്ക് വിജയിക്കുന്നത്. ഓക്കെ, 1 ഞാൻ എടുത്തു നോക്കട്ടെ. 9 2 പേര്. ഈ 2 പേരാണ് ഈ അവകാശം. നല്ലൊരു കഴിവ് വെക്കാം നമുക്ക്. ഈ 2 പേര് പേര് അപ്പൊ ആദ്യം പറഞ്ഞു പോകുന്ന നമ്മുടെ ഈ സിനിമയുടെ അഭിലാഷം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്ത് നമ്മുടെ താരങ്ങളോടൊപ്പം ചേർന്ന് ഇവർ ഈ റിമോട്ടിൽ നിൽക്കുമ്പോൾ ഈ നമ്മുടെ അഭിലാഷത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടക്കുകയാണ്. അപ്പം എല്ലാവരും ശൈലിക്കോ അച്ഛനും പ്രൊഡ്യൂസർമാർ ഒന്ന് വരുക സൈഡിലേക്ക്. നിങ്ങൾ ഈ മൊബൈൽ ഒന്ന് ഇവരുടെ കയ്യിലേക്ക് പ്രസേജ് കിട്ടണമെന്ന് കരുതും. നിങ്ങൾ ഇവിടെ നിൽക്കുക. ഈ ഡ്രൈവർ ഇവര് ഈ മൊബൈൽ തരുമ്പോൾ അതോടെ പിടിച്ച് അവിടെ സ്വിച്ച് ഞെക്കിയാൽ മതി. അപ്പൊ റെഡിയാണല്ലോ. അവിടെ അവർക്ക് കൊടുക്കോ. ഒന്ന് നേരെ റിമോട്ട് അങ്ങോട്ട് ഞെക്കിക്കോളൂ. റെഡി 1 2 3. ഒരു ചരിത്ര സംഭവമാകുകയാണ്. എന്താണ് ഈ സമയത്ത്? എന്താ പറയാ, അടിപൊളി വൈബല്ലേ, ശക്തി പിള്ളേരല്ലേ, നമ്മളൊക്കെ പഴയ കാലഘട്ടത്തിലൊക്കെ ഓർമ്മയുണ്ട്. അടിപൊളി. നമ്മുടെ വയസ്സിനുള്ള റിലീസാണ് 29-ന്. നിങ്ങളെല്ലാവരും പോയി കാണാം. അതെനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മ്യൂസിക് കോളേജിൽ ഒരു 7 years മുമ്പ് വന്നിട്ടുണ്ട് ഒരു ഷൂട്ടിങ്ങായിട്ട്. അപ്പോൾ പൈപ്പഞ്ചോട്ടിലെ പ്രണയം എന്ന് പറയുന്ന പടം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കോളേജ്. ഇവിടുത്തെ വൈബ് അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ നമ്മുടെ അഭിലാഷം 29-ാം തീയതി മാർച്ച് 29 റിലീസാണ്. എല്ലാവരും പോയി കാണുന്നതോ. താങ്ക് യു സോ മച്ച്. ഈ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഉണ്ടാവുമ്പോൾ ഡയറക്ടർ ഉണ്ടാവുന്നു. ഇദ്ദേഹമാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? പ്രേമം സിനിമ വന്നായിരുന്നു. അപ്പം അഭിലാഷം ട്രെയിലർ കണ്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, അഭിലാഷം പ്രേമത്തെ പറ്റി പറയുന്ന സിനിമയാണ്. ഓൺ സൈഡ് ലവേഴ്സിന് കുറച്ചുകൂടെ ഇഷ്ടമാവുന്ന, തുറന്നു പറയാത്ത ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന സിനിമയാണ്. ഇവിടെ ഉണ്ടാവില്ല അങ്ങനെയുള്ളത്. അപ്പം സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാം. മാർച്ച് 29-ന് പെരുന്നാൾ റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.
ഇനി നമുക്ക് ഇതിലൊരു അമ്മച്ചിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അമ്മച്ചിയാണ്, അറിയാലോ. അമ്മച്ചിലോ ഭയങ്കര വൈബാണ് കോളേജില്. ഇപ്പൊ കൊണ്ടുപോയിട്ടോ എല്ലാരും ഹാപ്പിയല്ലേ? തന്നിയുടെ അമ്മയായിട്ടാ ചെയ്യണേ. ഇന്ന് എനിക്ക് തൊണ്ട വയ്യാട്ടോ. എല്ലാരും പോയി തിയേറ്ററിൽ പോയി കാണണം 29-ാം തീയതി തന്നെ. ഇനി നമ്മുടെ മറ്റൊരു കലാകാരൻ നവാസിന് ഇന്ന് സൗണ്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു. വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് സൗണ്ട് ഇല്ലാതെ ഞാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. നമസ്കാരം. അപ്പൊ എല്ലാവരും 29 സിനിമ പോയിട്ട് കാണണം. വേറെ ഒന്നുമില്ല. ഓക്കെ എന്നെ പെട്ടെന്ന് പറഞ്ഞു. അവിടെ നിങ്ങളൊന്നും ആവശ്യപ്പെടില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. എന്ത് ചോദിച്ചാൽ പറയണത് എന്തെങ്കിലും സത്യമാക്കി പേടിയാണ്. ഞാൻ ഒരുമിച്ച് പോകുമ്പോൾ ഞാൻ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇതിലെ നമ്മുടെ തൻവീരെയും ഷെജുവിന്റെയും ബാല്യകാലം അഭിനയിച്ച 2 പേരാണ് ഇവിടെ ഉള്ളത്. 2 പേർക്ക് നല്ലൊരു കയ്യിൽ വെക്കണം നമുക്ക് കേട്ടോ. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളെ പാട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെ മനസ്സിലാകും. കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. അഭിലാഷന്റെ 13ാമത്തെ സിനിമയാണ്. ഇതിനു മുന്നേ ഞാൻ ചെയ്തത് പുഴു എന്ന് പറയുന്ന മൂവിയിൽ മമ്മൂക്കയുടെ മോനായിട്ട്, പിന്നെ മാലിക് എന്ന് പറയുന്ന മൂവിയിൽ ഫാരിക്കയുടെ മോനായിട്ടാണ് ആദ്യമായിട്ടാണ് സഞ്ജാനോട് ചെയ്യുന്നത്. ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? പാട്ട് എത്ര പേര് കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? പാട്ടും ട്രെയിലർ ഇഷ്ടപ്പെട്ട ആ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണാം. 29-നാണ് റിലീസ്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഇവിടെ പത്തുമണി. ഷെറിന്റെ ചെറുക്കാനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ അഭിലാഷം 29th തിയേറ്ററിൽ തന്നെ പോയി കാണാം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കണം. താങ്ക് യു. ഇനി മറ്റൊരു കഥാപാത്രം ചെയ്ത ഫിലിം കയ്യടിയൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു ആവേശം ഉണ്ടാക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷീബ സക്കറിയ. എന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ജയചേച്ചിയുടെ സിനിമ എന്നതാണ്. എല്ലാവർക്കും ബേസിലായിട്ട് സിസ്റ്ററായിട്ട് അഭിനയിച്ച ആളാണ് ഞാൻ. അഭിലാഷ് എൻ്റെ 4ാമത്തെ സിനിമയാണ്. ഇത് ഭയങ്കര രസമുള്ള സിനിമയാണ്, എല്ലാവരും പോയി കാണണം. പിന്നെ യൂസി കോളേജായിട്ട് എനിക്ക് സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട്. ഞാൻ യൂസി കോളേജിൽ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. അവിടെ ഡോക്ടർ സൈഡ് പറയും, അവിടെ ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ഇതിന് തൊട്ട് ബാക്കിലുള്ള സെയിന്റ് തോമസ് ചർച്ചിലാണ് ഞാൻ സ്ഥിരം. എൻ്റെ ചെറുപ്പം തൊട്ട് ഈ കോളേജിലെ ഓഡിറ്റോറിയത്തിൽ എല്ലാ കല്യാണങ്ങൾക്കും കൂടാൻ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം സ്ഥലമാണ്. ഇതിന് മുമ്പ് ഞാൻ ഗസ്റ്റ് ആയിട്ട് പ്രാവശ്യം വന്നായിരുന്നു. അപ്പൊ ശരി, എല്ലാവരും സിനിമ കാണുക. താങ്ക് യു സോ മച്ച്. ഇനി ഈ സിനിമയ്ക്ക് മ്യൂസിക് നൽകിയ ഒരു വ്യക്തിയുണ്ട്. ആ പാട്ടാണ് നമ്മുടെ ജീവനാടിയായി നിൽക്കുന്നത്. ആ പാട്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ടോ. ആ മ്യൂസിക് ഏതാ? പെട്ടെന്ന് വരും. ആദ്യം വന്ന് സംസാരിക്കണോ പാട്ട് പാടുന്നതിന് തീരുമാനിക്കണം. പാട്ട് വേണ്ട, ഒരു ലൈവ് കിട്ടില്ലേ അല്ലേ? കണ്ടില്ലേ പാടിക്കും. എല്ലാവരും പാട്ട് കേട്ട് പോയി കാണാം. മാർച്ച് 25 റിലീസ് ആവുന്നത്. പാട്ട് കേട്ടിരുന്നാണെങ്കിലും തട്ടത്തിൽ നിന്നുള്ള ട്രാക്ക് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 2 weeks മുമ്പ്. ആരെയും കേട്ടിരുന്നോ? ആ പാട്ട് പാടിയതോ? കുറച്ച് ടെൻഷൻ. എല്ലാവരും ഇങ്ങനെ ഭയങ്കര ടെൻഷൻ വന്നു. എല്ലാവരും ട്രാക്ക് വിളിക്കുന്ന ചേട്ടാ തട്ടത്തിൽ നിന്നുള്ള ട്രാക്കാ. തട്ടത്തിൽ പ്രണയത്തെ കുറിച്ച് നമുക്കൊന്ന് അറിയണം. അതിന് ചോദിച്ചേണ്ട പ്രണയം ആ ഒരു യാത്രയിലെ എന്നോട് പറയും. എല്ലാവരും എൻ്റെ ജീവിതത്തിൽ പല പ്രണയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം വൺ ട്രാഫിക് ആയിരുന്നു. ലാസ്റ്റ് ട്രാഫിക് ആയിരുന്നു. ആ കുട്ടിയെ കല്യാണം കഴിച്ചു.
അപ്പൊ ഞാൻ എല്ലാവരും പോകുന്നു. ഹലോ എന്റെ പ്രേമം അത് തുടങ്ങിയത് 6ാം ക്ലാസ്സിലാണ്. പക്ഷെ സ്കൂളിൽ പോയി പഠിക്കണം. അപ്പോ അതിനുശേഷം ഓർമ്മ അതിൽ പോയി. പിന്നെയാണ് 11ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഇപ്പൊ വീട്ടിൽ ഭാര്യയായിട്ട് സന്തോഷം. സിനിമ മാർച്ച് 29 നമ്മുടെ സിനിമ റിലീസ്. അപ്പം സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് ആ കഥാപാത്രത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാം. നമുക്ക് ഇത്രയും നേരം നമ്മുടെ കുട്ടികൾ കാത്തിരിക്കണം. അപ്പം അബുവിനെ പോലെ തന്നെ നിങ്ങളുടെ അഭിലാഷ്, എന്റെ കഥാപാത്രം അഭിലാഷാണ്. അഭിലാഷിനെ ഷെറിനെ താജുവിനെയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഉറപ്പായിട്ട്. അപ്പൊ ഏതായാലും മാർച്ച് 29 റിലീസ്. നിങ്ങൾ എല്ലാവരും പോയി കാണണം കേട്ടോ. കഴിഞ്ഞ ഓണത്തിന് കരിപ്പുറത്ത് കൈയാക്കി അപ്പൊ നമുക്ക് ട്രെയിലർ കണ്ടു, സോങ് കേട്ടു. ഒന്നിനു മാർച്ച് 29 പോലെ മാർച്ച് 29 നമ്മുടെ സിനിമ, ചെറിയ സിനിമ ഒപ്പം തന്നെ 27 മോഹൻ ലാലേട്ടന്റെ എപ്പോഴാ വരുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത ദിവസം നമ്മുടെ സിനിമയിൽ 2 സിനിമകൾ നിങ്ങൾ കാണാൻ മറക്കരുത് എന്ന അഭ്യർത്ഥനയുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും പോകുന്നതിന് മുമ്പ് ഒരു സോങ് കൂടെ ശ്രീഹരി പാടും. ആ പാട്ടോട് കൂടി നമുക്ക് സ്റ്റേജിൽ നിന്ന് പടി ഇറങ്ങാമെന്ന് കരുതുന്നു. ശ്രീഹരി റെഡിയല്ലേ?